ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ടിക്കി ടാക്കെ പറ്റിയാണ്. സിനിമയ്ക്ക് ഇനി ഏകദേശം ഒരു 2 മാസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ മിക്കവാറും സിനിമ ഒരു ജൂൺ 2026 ആകുമ്പോൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടിക്കി ടാക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി മരിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മിക്ക നടന്മാരും അമ്മയെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തലൈവർ 173 സിനിമയുടെ ഡയറക്ടർ ഇങ്ങനെ മാറി മാറി കളിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ അത് ഏറ്റവും അവസാനം നമ്മുടെ രാംകുമാർ ബാലകൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പാർക്കിംഗ് എന്ന സിനിമയുടെ ഡയറക്ടറാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ അശ്വന്ത് മാരിമുത്തും ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ ഏതെങ്കിലും രണ്ടുപേരായിരിക്കും. അപ്പോൾ ഫൈനലൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് അടുത്ത മാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സ്പിരിറ്റ് എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ വരുന്ന ന്യൂ ഇയർ പ്രമാണിച്ച് റിലീസ് ചെയ്യാൻ നമ്മുടെ സന്ദീപ് റെഡ്ഡി അങ്ങനെ ഒഫീഷ്യലായിട്ട് ചെറുതായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിയേറ്ററിൽ മൊത്തം നമ്മുടെ ഡിലുലൂടെ സർവ്വമായ ആണല്ലോ. അപ്പോൾ നമ്മുടെ സർവ്വമായ എന്ന സിനിമയുടെ പുതുമഴ എന്ന സോങ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി കുറച്ച് OTT അപ്ഡേറ്റ്സിൽ കിടക്കാം. ആദ്യത്തെ നമ്മുടെ മാസ് ജതാര എന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്നേ ദിവസം 31 ഡിസംബറിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത മാസ്ക് എന്ന ചിത്രത്തെ പറ്റിയാണ്. സിനിമ ZEE5 ജാനുവരി 9 റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്രിയോട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റിനെ പറ്റി. സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അദ്ദേഹം അങ്ങനെ ഫുൾ വർക്കും പാട്രിയോട്ടിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹം ജോയിൻ ചെയ്യാൻ പോണത് നമ്മുടെ ജയിലർ 2ൻ്റെ സെറ്റിലേക്കാണ്. ഇനി വരുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മുടെ ജനനായകനെ പറ്റിയാണ്. സിനിമയുടെ ട്രെയിലറിനെ പറ്റി യാതൊരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. സിനിമയുടെ ബുക്കിങ്ങിനെ പറ്റി ചെറിയൊരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാഗം തിയേറ്ററിലൊക്കെ ന്യൂ ഇയർ രാത്രി 12:04 സ്റ്റാർട്ട് ചെയ്യാനാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് കേരള ബുക്കിങ്ങിൻ്റെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.